Hi friends, Technotips Malayalam channel എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്ട്സ്ആപ്പിന്റെ 11 ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടത്തിനുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് WA പഞ്ച് എന്നൊരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഉപയോഗം നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില പെർമിഷൻസ് ഒക്കെ ചോദിക്കും. ഒക്കെ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ 11 ഫീച്ചേഴ്സുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ 11 എണ്ണം നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആപ്ലിക്കേഷനാണ്. ആദ്യം വാക്ക് ആൻഡ് ചാറ്റ് എന്ന ഫീച്ചർ നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് ഹൈ ആണോ മീഡിയം ആണോ അല്ലെങ്കിൽ ലോ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. എനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നടന്നുകൊണ്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമറ ഓപ്പൺ ആയിട്ട് ഫ്രണ്ടിലുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പിറകിലുള്ള കാര്യങ്ങളൊക്കെ ബാക്ക് ക്യാമറ ഓപ്പൺ ആയിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാം. അടുത്ത കിഡിലൻ ഫീച്ചറാണ് വാട്ട്സ്ആപ്പ് ഷോർട്ട് കട്ട്. അതൊന്നും നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ഏത് സമയത്തും ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യമായിട്ട് എപ്പോഴെങ്കിലും നമുക്ക് ആരോടെങ്കിലും ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഫീച്ചറാണ് വാട്ട്സ്ആപ്പ് പോസ്. അതിലേക്ക് കിടക്കാം. ഈ ഒരു ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട്സ്ആപ്പിൻ്റെ ഇൻ്റർനെറ്റ് മാത്രം ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബാക്കിയുള്ള യൂട്യൂബ് ആകട്ടെ ഏതൊരു ആപ്ലിക്കേഷനും ഇൻ്റർനെറ്റ് ഓൺ ആക്കിയിട്ടും ഈ വാട്ട്സ്ആപ്പ് മാത്രം ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫീച്ചറാണിത്. നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഇതിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഞാനിവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വൈഫൈ ഇവിടെ ഓണിലുണ്ട്. വൈഫൈ ആകട്ടെ മൊബൈൽ ഡാറ്റ ആകട്ടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇനി നമുക്ക് അടുത്ത ഫീച്ചർ നോക്കാം. മെസ്സേജ് അൺസേവ്ഡ് നമ്പർ. ഈ ഒരു ഫീച്ചർ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇതിൽ നമ്മൾ എന്താണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിൽ റൈറ്റ് യുവർ മെസ്സേജ് ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് താഴെ ഇന്ത്യയുടെ നമ്പർ ആണെങ്കിൽ സെയിം സെലക്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഇവിടെ ഉള്ളതുപോലെ തന്നെ. ഇപ്പോൾ ഞാൻ UAE നമ്പർ ആയതുകൊണ്ട് ഞാനിവിടെ UAEയുടെ കൺട്രി കോഡ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള നമ്പർ കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് മെസ്സേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് വാട്ട്സാപ്പിൽ നമ്പർ സേവ് ചെയ്യാതെ തന്നെ ഇവിടെ നിന്ന് തന്നെ മെസ്സേജസ് കൂടി ടൈപ്പ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. അവരുടെ ചാറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫീച്ചറാണ് വാട്ട്സാപ്പ് ബബിൾ. അതൊന്ന് ഓപ്പൺ ചെയ്യാം. അതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ എനേബിൾ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബബിൾ സൈസ് നോർമലിലാണുള്ളത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ നമുക്ക് തീംസിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ ഗ്രൂപ്പ് ബബിൾ കൂടി ഗ്രൂപ്പ് മെസ്സേജിൻ്റെ ബബിൾ മെസ്സേജ് കൂടി ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ മറ്റൊരു മൊബൈലിൽ നിന്നും ഒരു ഹായ് എന്ന മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഫോണിൽ നിന്ന് കാണാൻ പറ്റും ഒരു ബബിൾ നോട്ടിഫിക്കേഷൻ വന്നതായിട്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിന് റിപ്ലൈ നൽകാൻ പറ്റും. വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടതോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിനുള്ള റിപ്ലൈ നൽകാൻ പറ്റും. ഇനി അടുത്ത ഫീച്ചറാണ് വാട്ട്സ്ആപ്പ് ക്ലീനർ. നമ്മുടെ വാട്ട്സ്ആപ്പിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് മെസ്സേജുകൾ ഗ്രൂപ്പിൽ നിന്നുമൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ അത് ക്ലീൻ ചെയ്താനായിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് ക്ലീനർ ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ടായിരിക്കും. അതിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. നമുക്ക് ആ വാട്ട്സ്ആപ്പ് ക്ലീനർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ആപ്ലിക്കേഷൻ തന്നെ ജങ്ക്സ് ഫയൽസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തരുന്നതായിരിക്കും. അടുത്ത ഫീച്ചറാണ് വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് സേവർ. അപ്പോൾ ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ഓൾറെഡി മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് വാച്ച് ചെയ്ത സ്റ്റാറ്റസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാനും പറ്റുന്നതാണ്. ഇനി അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫീച്ചറാണ് പ്രാങ്ക് ചാറ്റ്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചാറ്റ്സ് ഉണ്ടാക്കിയിട്ട് അവരെ പറ്റിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷന് സെലക്ട് ചെയ്യാം. പ്രാങ്ക് ചാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഓപ്ഷനാണ് വരുന്നത്. ചാറ്റ്സ്, സ്റ്റാറ്റസ്, അതുപോലെ കോൾസ്. ഇനി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചാറ്റ് ഫേക്ക് നിർമ്മിക്കാനായിട്ട് ഏറ്റവും മുകളിലുള്ള
നടുക്കത്തുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആരുടെ ചാറ്റാണ് ഫേക്ക് ചാറ്റ് നിർമ്മിക്കുന്നത് അവരുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് എൻ്റെ പേരാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് തൊട്ട് താഴെ അവരുടെ പ്രൊഫൈലുള്ളത് പോലെ തന്നെ ഒരു ഫോട്ടോ നമുക്ക് ആഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓൺലൈൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫേക്ക് ചാറ്റിൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ടൈപ്പിംഗ് കൂടി വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സീൻ തരത്തിലാണ് കാണേണ്ടതെങ്കിൽ ഓൺലൈനും ടൈപ്പിങ്ങും നമുക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം മുകളിൽ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ചാറ്റ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് എങ്ങനെ ഇത് ചാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമുക്ക് എതിർ കക്ഷി ടൈപ്പ് ചെയ്യുന്നത് പോലെ ആയിരിക്കും കാണുക. ഇനി വീണ്ടും നമ്മുടെ ഭാഗത്തുനിന്ന് സെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് സെൻഡ് ചെയ്യുന്ന രീതിയിൽ സെൻഡ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്ക് ക്യാമറ ബട്ടൺ ഉണ്ട്. ഇവിടെ ക്യാമറ ബട്ടണിൽ ഫേക്ക് ചാറ്റിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും സെൻഡ് ചെയ്തതായിട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കൂടാതെ നമുക്ക് അറ്റാച്ച് ബട്ടൺ ഉണ്ട്. അറ്റാച്ച് ബട്ടണിൽ നമുക്ക് ഈ ഫേക്ക് ചാറ്റിൽ കോൺടാക്ട്സ് സെൻഡ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്, ക്യാമറ, ഓഡിയോ, ലൊക്കേഷൻ ഒക്കെ ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഇനി അടുത്ത ഫീച്ചർ നോക്കാം, സ്ക്വയർ ഫിറ്റ് ഫോട്ടോ. നമുക്ക് വാട്സപ്പിലൊക്കെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ക്രോപ്പ് ചെയ്തിട്ട് കുറച്ച് ഭാഗം മാത്രമാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് സ്ക്വയർ ഫിറ്റ് നമുക്ക് പ്രൊഫൈൽ പിക്ചർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സ്ക്വയർ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലർ ചെയ്യാനുള്ളതും അതുപോലെ ലവ് ഷേപ്പും മറ്റു കാര്യങ്ങളിലൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഫിൽറ്റർ ഉണ്ട്. നമ്മുടെ ഫോട്ടോയെ ഒന്നുകൂടി അടിപൊളിയാക്കാൻ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഭംഗി കൂട്ടാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനും ഫ്ലിപ്പ് ഓപ്ഷനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കാം. ഇനി അടുത്ത ഫീച്ചറാണ് വ്യൂ ഡിലീറ്റഡ്. നമ്മൾ വാട്സപ്പിൽ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോസും ഓഡിയോസും ഒക്കെ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഇതിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാതെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് ഇമേജ്, അതേപോലെ വീഡിയോ, ചാറ്റ്, അങ്ങനെ എല്ലാ ഓപ്ഷനും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഡിലീറ്റ് ചെയ്ത ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. എന്താണ് ഡിലീറ്റ് ചെയ്തത്, വീഡിയോ, ഓഡിയോ ആണോ അല്ലെങ്കിൽ ചാറ്റ്സ് ആണോ. അടുത്തത് 11ാമത്തേതും അവസാനത്തേതുമായ ഒരു ഫീച്ചറിലേക്ക് കിടക്കാം. ആസി ഫേസസ് എന്നാണ് ഈ ഫീച്ചറിൻ്റെ നെയിം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പുതിയ തരത്തിലുള്ള ടെക്സ്റ്റ് നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് ഇവിടെ സെലക്ട് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ആവുന്നതായിരിക്കും. പിന്നീട് നമുക്ക് വാട്സപ്പിലേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്ക് ഇവിടെ വാട്സപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ സെലക്ട് ചെയ്തിട്ടും സെൻഡ് ചെയ്യാം. നമുക്കിവിടെ ആംഗ്രി ഫേസസും മറ്റു ഫേസസും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വേണ്ടത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയ അടിപൊളി അറിവുമായി. താങ്ക് യു.